നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. റുവാണ്ടയിലേക്ക് നാടുകടത്താൻ തീരുമാനിച്ച അനധികൃത കുടിയേറ്റക്കാരെ UK ഹോം ഓഫീസ് കസ്റ്റഡിയിലെടുത്തു. ഈ ആഴ്ച രാജ്യത്തുടനീളം ഇതിനായി നിരവധി ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട് എന്നും വരും ആഴ്ചകളിൽ ഇത് ശക്തിപ്പെടുത്തുമെന്നും ഹോം ഓഫീസ് അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ സ്കൂളിലേക്കുള്ള യാത്രാമധ്യേ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥി ഡാനിയൽ അർജൂറിന് ആദരാഞ്ജലി അർപ്പിച്ച് ലണ്ടൻ നഗരം. വാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ 14-കാരന്റെ ചിത്രവും പേരും പുറത്തുവിട്ടതോടെ കൂടുതൽ പേർ ഈ കൗമാരക്കാരന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ഒത്തുകൂടി. UN സ്ഥിര അംഗത്വത്തിനുള്ള പാലസ്തീന്റെ അപേക്ഷ പുനർപരിശോധിക്കും എന്നാണ് പ്രതീക്ഷയെന്ന് ഇന്ത്യ. കഴിഞ്ഞ മാസം UN സ്ഥിര അംഗത്വത്തിനുള്ള പാലസ്തീന്റെ അപേക്ഷ സുരക്ഷാ സമിതിയിൽ US വീറ്റോ ചെയ്തിരുന്നു. തെക്കൻ ചൈനയിൽ ബുധനാഴ്ച പുലർച്ചെ കനത്ത മഴയിലുണ്ടായത് വൻ ദുരന്തം. ഹൈവേയുടെ ഒരു ഭാഗം തകർന്ന് 19 പേർ മരിച്ചതായാണ് പ്രാദേശിക ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ സാഹിത്യകാരനും സംവിധായകനുമായ പോൾ ആസ്റ്റർ അന്തരിച്ചു. ന്യൂയോർക്കിൽ വെച്ചായിരുന്നു അന്ത്യം. അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാംലല്ലയെ തൊഴുതു വണങ്ങുന്ന രാഷ്ട്രപതിയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്തു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കോവിൻ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും മോദിയുടെ ചിത്രം നീക്കം ചെയ്തത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട താൽപര്യത്തിന് വേണ്ടി ആളുകളുടെ ജീവൻ ബലികൊടുക്കാനാകില്ല എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ലൈസൻസ് നിസ്സാരമായി നൽകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് പരിഷ്കാരങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിൽ CCTV പരിശോധിക്കണം എന്ന യദുവിന്റെ ആവശ്യത്തിൽ ദുരൂഹതയെന്ന് പോലീസ്. KSRTC ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ വൈകിയത് ബസ്സിൽ CCTV ഉണ്ട് എന്ന് അറിയാത്തതുകൊണ്ടാണ് എന്നും പോലീസ് പറഞ്ഞു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പഞ്ചാബ് കിങ്സിന് ജയം. ചെപ്പോക്കിൽ വെച്ച് നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കുക.